ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HST ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ബോഡി ഫ്ലൂയിഡുകളും സർക്കുലേഷനും. വീഡിയോയിലേക്ക് പോകാം. എന്താണ് രക്തം? രക്തം എന്ന ആ ഒരു വാക്കിൻ്റെ നിർവചനം എന്താണ്? മാട്രിക്സ്, പ്ലാസ്മ, രക്തകോശങ്ങൾ അതായത് ഫോംഡ് എലമെൻറ്റ്സ് എന്നിവയാൽ നിർമ്മിതമായ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ വിശിഷ്ട യോജക കലയാണ് രക്തം. മാട്രിക്സ്, പ്ലാസ്മ, രക്തകോശങ്ങൾ അല്ലെങ്കിൽ ഫോംഡ് എലമെൻറ്റ്സ് എന്നിവയാൽ നിർമ്മിതമായ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ വിശിഷ്ട യോജക കലയാണ് രക്തം. പ്ലാസ്മയുടെ 90 മുതൽ 92% വെള്ളവും 6 മുതൽ 8% മാംസ്യവുമാണ്. പ്ലാസ്മയുടെ 90 മുതൽ 92% വെള്ളവും 6 മുതൽ 8% മാംസ്യവുമാണ്. ഈ 6 മുതൽ 8% മാംസ്യമാണ് എന്ന് പറയുമ്പോൾ അവ ഏതെല്ലാമായിരിക്കും? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അപ്പം 6 മുതൽ 8% കാണപ്പെടുന്നത് മാംസ്യമാണ്. അത് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. ആൽബുമിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. വ്യതിവ്യാപന സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ആൽബുമിൻ്റെ കർമ്മം എന്താണ്? വ്യതിവ്യാപന സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. അതായത് ഈ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലൊക്കെ കാണപ്പെടുന്ന ബോഡി ഫ്ലൂയിഡ്സൊക്കെ അതിൻ്റെ ലീക്കേജിനെ തടയുന്നു, അതിൻ്റെ വ്യാപനത്തെ തടയുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൽ നിന്നൊക്കെ ഈ ബ്ലഡ് ലീക്ക് ചെയ്യാതെ തടയുന്നത് എന്താണ്? ആൽബുമിനാണ്. ബ്ലഡിൻ്റെ ലീക്കേജിനെ തടയുന്നു. വ്യതിവ്യാപന സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ്റെ ഫങ്ഷൻ എന്താണ്? രോഗപ്രതിരോധ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജനോ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഫൈബ്രിനോജൻ വളരെയധികം പ്രധാനമുള്ള ഒരു മാംസ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ പറയുന്നത് എന്താണ്? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്നാണ്, അല്ലേ? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അത്തരം ഘടകങ്ങൾ ഇല്ലാത്ത പ്ലാസ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിറം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇല്ലാത്ത പ്ലാസ്മയെ സിറം എന്ന് വിളിക്കുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇല്ലാത്ത പ്ലാസ്മയെ സിറം എന്ന് വിളിക്കുന്നു. ഒരിക്കൽ കൂടി, മാട്രിക്സ്, പ്ലാസ്മ, രക്തകോശങ്ങൾ എന്നിവയാൽ നിർമ്മിതമായ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ വിശിഷ്ട യോജക കലയാണ് രക്തം. പ്ലാസ്മയുടെ 90 മുതൽ 92% എന്താണ്? വെള്ളമാണ്. മാംസ്യം ഏതെല്ലാമാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ്റെ ഫങ്ഷൻ എന്താണ്? വ്യതിവ്യാപന സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധ പ്രവർത്തനത്തിനെ സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇല്ലാത്ത പ്ലാസ്മയെ സിറം എന്ന് വിളിക്കുന്നു. അടുത്തത് രക്തകോശങ്ങൾ. കാണുന്ന ചിത്രത്തിലെ രക്തകോശങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോകത്തക്ക രീതിയിൽ തന്നെ വേണം ക്ലാസ് കേൾക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രക്തകോശങ്ങൾ ഏതെല്ലാമാണ്? അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണരക്താണുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC, റെഡ് ബ്ലഡ് സെൽസ്. അരുണരക്താണുക്കൾ, എറിത്രോസൈറ്റ്സ് ഓർ RBC, റെഡ് ബ്ലഡ് സെൽസ്. ശ്വേതരക്താണുക്കൾ, ല്യൂക്കോസൈറ്റ്സ് ഓർ WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. ശ്വേതരക്താണുക്കൾ, ല്യൂക്കോസൈറ്റ്സ് ഓർ WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയെ ആണ് രക്താണുക്കൾ അഥവാ
ഫോംഡ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. രക്താണുക്കളെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഫോംഡ് എലമെൻറ്റ്സ്. അപ്പം ഏതെല്ലാമാണ് രക്തകോശങ്ങൾ? അരുണ രക്താണുക്കൾ, എറിത്രോസൈറ്റ്സ് or RBC, ശ്വേത രക്താണുക്കൾ, ലുക്കോസൈറ്റ്സ് or WBC, platelets. RBC, WBC, platelets or erythrocytes, leukocytes, platelets. അപ്പം ഇവയെ നമ്മൾ എന്താണെന്നാണ് വിളിക്കുന്നത്? ഫോംഡ് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അരുണ രക്താണുക്കളാണ് രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം ഏതാണ്? അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കളാണ് രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം. അരുണ രക്താണുക്കളാണ് രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം. അവയിൽ ഇരുമ്പ് അടങ്ങിയ ചുവന്ന നിറത്തിലുള്ള ഹീമോഗ്ലോബിൻ എന്ന ഒരു മാംസ്യമുണ്ട്. അപ്പം അരുണ രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പ് അടങ്ങിയ ചുവന്ന നിറത്തിലുള്ള ഒരു മാംസ്യമുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഹീമോഗ്ലോബിൻ. അരുണ രക്താണുക്കളിൽ ഇരുമ്പ് അടങ്ങിയ ചുവന്ന നിറത്തിലുള്ള ഹീമോഗ്ലോബിൻ എന്ന മാംസ്യമുണ്ട്. ഇത് ശ്വസന പ്രക്രിയയെ സഹായിക്കും. അതായത് അരുണ രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവായിട്ടുള്ള ഹീമോഗ്ലോബിൻ എന്തിനെ സഹായിക്കുന്നു? ശ്വസന പ്രക്രിയയിൽ വാതക സംവഹനത്തിനു സഹായിക്കുന്നു. ശ്വസന പ്രക്രിയയിൽ വാതക സംവഹനത്തിനു സഹായിക്കുന്നു. വർണ്ണകമില്ലാത്ത ശ്വേതരക്താണുക്കൾ 6000 മുതൽ 8000 പെർ മില്ലിമീറ്റർ ക്യൂബ് എന്ന ശരാശരി അളവിലാണ് രക്തത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ വർണ്ണകം ഇല്ലാത്ത രക്താണുക്കളെ വിളിക്കുന്ന പേരെന്താണ്? ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ ലുക്കോസൈറ്റ്സ് ഓർ WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. ലുക്കോസൈറ്റ്സ് ഓർ WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. ഇങ്ങനെ വർണ്ണകമില്ലാത്ത ശ്വേതരക്താണുക്കൾ രക്തത്തിൽ എത്രമാത്രം അളവിലാണ് കാണപ്പെടുന്നത്? 6000 മുതൽ 8000 പെർ മില്ലിമീറ്റർ ക്യൂബ് എന്ന ശരാശരി അളവിലാണ് രക്തത്തിൽ കാണപ്പെടുന്നത്. 6000 മുതൽ 8000 മില്ലിമീറ്റർ 6000 മുതൽ 8000 പെർ മില്ലിമീറ്റർ ക്യൂബ് എന്ന ശരാശരി അളവിലാണ് രക്തത്തിൽ കാണപ്പെടുന്നത്. ഇവയെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഏത് കോശത്തെയാണ് രണ്ടായി തിരിച്ചിരിക്കുന്നത്? WBC അല്ലെങ്കിൽ ലുക്കോസൈറ്റ്സ്, ശ്വേത രക്താണുക്കളെയാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അത് ഏതെല്ലാമാണ്? ഗ്രാനുലോസൈറ്റ്സ് എന്നും എഗ്രാനുലോസൈറ്റ്സ് എന്നും. WBCനെ അല്ലെങ്കിൽ ലുക്കോസൈറ്റിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഗ്രാനുലോസൈറ്റ്സ് എന്നും എഗ്രാനുലോസൈറ്റ്സ് എന്നും. ഗ്രാനുലോസൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ കോശങ്ങളുടെ ഉള്ളിൽ ഗ്രാനുൾസ് ഉണ്ടായിരിക്കും. ഗ്രാനുലോസൈറ്റ്സിൻ്റെ കോശങ്ങളുടെ ഉള്ളിൽ ഗ്രാനുൾസ് ഉണ്ടായിരിക്കും. എഗ്രാനുലോസൈറ്റ്സിൻ്റെ കോശങ്ങൾക്കുള്ളിൽ ഗ്രാനുൾസിൻ്റെ പ്രസൻസ് ഉണ്ടാകുകയില്ല. എഗ്രാനുലോസൈറ്റ്സിൻ്റെ കോശങ്ങളുടെ ഉള്ളിൽ ഗ്രാനുൾസിൻ്റെ പ്രസൻസ് ഉണ്ടാവുകയില്ല. അപ്പം ഗ്രാനുലോസൈറ്റ്സ് ഏതെല്ലാമാണ് എന്ന് നോക്കാം. ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. ഗ്രാനുലോസൈറ്റ്സ് ഏതെല്ലാമാണ്? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. ഇനി എഗ്രാനുലോസൈറ്റുകൾ ഏതെല്ലാമാണ്? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. എഗ്രാനുലോസൈറ്റ്സ് ആണ് മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്. ഇവയിൽ തരികൾ ഇല്ല അല്ലെങ്കിൽ ഗ്രാന്യൂൾസ് കാണപ്പെടുന്നില്ല. ഗ്രാനുലോസൈറ്റുകളിൽ ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ തരികൾ കാണപ്പെടുന്നു. മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. ത്രോംബോസൈറ്റ്സ് ഇവ അസ്ഥിമജ്ജയിലെ മഹാമർമ്മകോശങ്ങളിൽ അതായത് മെഗാക്യാരിയോസൈറ്റ്സിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ്. അസ്ഥിമജ്ജയിലെ മഹാമർമ്മകോശങ്ങൾ അല്ലെങ്കിൽ മെഗാക്യാരിയോസൈറ്റ്സിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ് ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്ന രക്തകോശങ്ങൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു.
പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്ന രക്തകോശങ്ങൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്സ് ഡിസ്കസ് ചെയ്യാം. തന്നിരിക്കുന്ന ടേബിൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ ഗ്രൂപ്പുകാർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. എല്ലാ ഗ്രൂപ്പുകാർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആന്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആന്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു. തൽഫലമായി സ്വീകരിച്ച രക്തത്തിലെ ആന്റിജനും അയാളുടെ രക്തത്തിലെ ആന്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരാളുടെ രക്തത്തിലേക്ക് സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ആന്റിജനുകൾ അല്ലാത്ത ആന്റിജനുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അയാളുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആകുകയും ഇമ്മ്യൂൺ സിസ്റ്റം ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുകയും ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയും ചെയ്യുന്നു, രക്തക്കട്ട രൂപപ്പെടുന്നു. അതുകൊണ്ട് എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എല്ലാ രക്തവും സ്വീകരിക്കാൻ സാധിക്കില്ല. ഒന്നുകൂടെ, ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആന്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. തൽഫലമായി സ്വീകരിച്ച രക്തത്തിലെ ആന്റിജനും അയാളുടെ രക്തത്തിലെ ആന്റിബോഡിയും തമ്മിൽ പ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ സാധിക്കില്ല. ആന്റിജന്റെ അഭാവമുള്ള O ഗ്രൂപ്പ് രക്തം ഏവർക്കും സ്വീകരിക്കാവുന്നതാണ്. ആന്റിജന്റെ അഭാവമുള്ള O ഗ്രൂപ്പ് രക്തത്തിൽ ആന്റിജൻ ഇല്ല. അതുകൊണ്ട് ആന്റിജന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും അത് സ്വീകരിക്കാം. ഏത് ഗ്രൂപ്പുകാർക്ക് വേണമെങ്കിലും O ഗ്രൂപ്പിനെ സ്വീകരിക്കാം. അതിനാൽ O ഗ്രൂപ്പിനെ സാർവത്രിക ദാതാക്കൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് വിളിക്കുന്നു. ആന്റിജന്റെ അഭാവമുള്ള O ഗ്രൂപ്പ് രക്തം ഏവർക്കും സ്വീകരിക്കാവുന്നതാണ്. അതിനാൽ O ഗ്രൂപ്പ് ഉള്ള ദാതാക്കളെ അവരെ സാർവത്രിക ദാതാക്കൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് വിളിക്കുന്നു. അതുപോലെ AB ഗ്രൂപ്പിൽ ആന്റിബോഡിയുടെ സാന്നിധ്യമില്ലാത്തതിനാൽ അതിന് ഏതു രക്തവും സ്വീകരിക്കാനും സാധിക്കുന്നു. AB ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് ആന്റിബോഡീസിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് ബ്ലഡ് ഗ്രൂപ്പിലുള്ള രക്തവും സ്വീകരിക്കാൻ സാധിക്കും. അതിനാൽ ഈ ഗ്രൂപ്പിനെ സാർവത്രിക സ്വീകർത്താവ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നാണ് വിളിക്കുന്നത്. ആരെ? AB ഗ്രൂപ്പിൽ പെടുന്ന ആളുകളെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം Aയും Bയും എന്നീ ആന്റിജനുകളും കൂടാതെ ചില ആളുകളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ ആന്റിജൻ D അഥവാ RH ഘടകം ഉണ്ടാകാം. അപ്പം A, B എന്നീ ആന്റിജനുകളെ കൂടാതെ ചില ആളുകളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ ഏത് തരം ആന്റിജന് കൂടി കാണപ്പെടുന്നുവെന്നാണ് പറഞ്ഞത്? ആന്റിജൻ D അഥവാ RH ഘടകം കാണപ്പെടുന്നു. RH ഘടകമുള്ള ഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും RH ഘടകം ഇല്ലാത്ത ഗ്രൂപ്പുകളെ നെഗറ്റീവ് എന്നും പറയുന്നു. RH ഘടകം ഉള്ള ഗ്രൂപ്പുകളെ പോസിറ്റീവ് എന്നും RH ഘടകം ഇല്ലാത്തവയെ നെഗറ്റീവ് എന്നും പറയുന്നു. ഗർഭിണിയായ അമ്മയുടെ രക്തം നെഗറ്റീവും ശിശുവിൻ്റെ രക്തം പോസിറ്റീവും ആണെങ്കിൽ RH അയോഗ്യതാ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അതായത് ഗർഭിണിയായ അമ്മയുടെ രക്തം നെഗറ്റീവ്, ശിശുവിൻ്റെ രക്തം പോസിറ്റീവ്. അമ്മ നെഗറ്റീവും കുട്ടി പോസിറ്റീവും ആണ് എങ്കിൽ
RH അയോഗ്യത പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയം ശിശുവിൻ്റെ രക്തം അമ്മയുടെ രക്തവുമായി കൂടിക്കലർന്ന് ഒരു ആൻറ്റിബോഡി രൂപപ്പെടുന്നു. ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയത്ത് ശിശുവിൻ്റെ രക്തം അമ്മയുടെ രക്തവുമായി കൂടിക്കലർന്ന് ഒരു ആൻറ്റിബോഡി രൂപപ്പെടുന്നു. അപ്പം ആദ്യത്തെ പ്രസവം സ്വാഭാവികമായി നടക്കുന്നു. ശേഷമുള്ള രണ്ടാമത്തെ ഗർഭകാല സമയത്ത് അമ്മയിലെ ആൻറ്റിബോഡികൾ ശിശുവിൻ്റെ രക്തവുമായി പ്രതിപ്രവർത്തിക്കുകയും തൽഫലമായി ശിശുവിൻ്റെ അരുണരക്താണുക്കൾ നശിക്കുകയും കുഞ്ഞിന് മഞ്ഞപ്പിത്തമോ കഠിനമായ വിളർച്ചയോ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താണ് ഒന്നും കൂടെ പറയാം. ഗർഭിണിയായ അമ്മയുടെ രക്തം നെഗറ്റീവും ശിശുവിൻ്റെ രക്തം പോസിറ്റീവും ആണ് എങ്കിൽ, അതായത് RH പോസിറ്റീവ് ശിശു, RH നെഗറ്റീവ് അമ്മ. അപ്പം അങ്ങനെയുള്ള കേസിൽ ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയത്ത് ശിശുവിൻ്റെ രക്തം അമ്മയുടെ രക്തവുമായി കൂടിക്കലരുകയും ആൻറ്റിബോഡി രൂപപ്പെടുകയും ചെയ്യുന്നു. ആദ്യത്തെ പ്രസവം സ്വാഭാവികമായിട്ടും നടക്കുന്നു. രണ്ടാമത്തെ ഗർഭധാരണ സമയത്ത് അമ്മയുടെ ആൻറ്റിബോഡികൾ ശിശുവിൻ്റെ രക്തവുമായി പ്രതിപ്രവർത്തിക്കുകയും തൽഫലമായി ശിശുവിൻ്റെ അരുണരക്താണുക്കൾ നശിച്ചു പോകുകയും ചെയ്യുന്നു. കുഞ്ഞിന് മഞ്ഞപ്പിത്തമോ കഠിനമായ വിളർച്ചയോ ഉണ്ടാകുന്നു. ഈ ഒരു കണ്ടീഷനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ അമ്മയ്ക്ക് RH ആൻറ്റിബോഡി നൽകുന്നതിലൂടെ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാവുന്നതാണ്. അമ്മയ്ക്ക് RH ആൻറ്റിബോഡികൾ നൽകുന്നതിലൂടെ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഒഴിവാക്കാം. അടുത്തത് ബ്ലഡ് ക്ലോട്ടിംഗ് അഥവാ രക്തം കട്ടപിടിക്കൽ. മുറിവുകളിലൂടെയുള്ള രക്തനഷ്ടം തടയുവാനുള്ള പ്രതിരോധ പ്രവർത്തനമാണ് രക്തം കട്ടപിടിക്കൽ. രക്തം കട്ടപിടിക്കലിൻ്റെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു മുറിവുണ്ടാകുന്നു, രക്തം നഷ്ടപ്പെടുന്നു. മുറിവുകൾ ഉണ്ടാകുകയും രക്തം അതുവഴി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ കലകൾ ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. കലകൾ ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. കാൽസ്യത്തിൻ്റെയും അയോണുകളും ജീവകം കെയുടെയും സാന്നിധ്യത്തിൽ ജീവകം കെയുടെയും സാന്നിധ്യത്തിൽ ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിലെ പ്രൊത്രോംബിൻ എന്ന മാംസ്യത്തെ ത്രോംബിനായിട്ട് മാറ്റുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിലെ പ്രൊത്രോംബിൻ എന്ന മാംസ്യത്തെ ത്രോംബിനായിട്ട് മാറ്റുന്നു. പ്രൊത്രോംബിൻ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നത്? ഇങ്ങനെയുണ്ടായ ത്രോംബിൻ പ്ലാസ്മയിലെ ഫൈബ്രിനോജൻ എന്ന മാംസ്യത്തെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയുണ്ടായ ത്രോംബിൻ പ്ലാസ്മയിലെ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളായിട്ട് മാറ്റുന്നു. അപ്പം ആദ്യം എന്താണ് സംഭവിച്ചത്? മുറിവുണ്ടായി, രക്തം നഷ്ടപ്പെടുന്നു. കലകൾ ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. കാൽസ്യത്തിൻ്റെയും അയോണുകളുടെയും ജീവകം കെയുടെയും സഹായത്തോടുകൂടി ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിലെ പ്രൊത്രോംബിനെ എന്തായിട്ട് മാറ്റുന്നു? ത്രോംബിനായിട്ട് മാറ്റുന്നു. പ്രൊത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ത്രോംബിൻ പ്ലാസ്മയിലെ ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഫൈബ്രിൻ നാരുകളിലുണ്ടാകുന്ന വലക്കണ്ണുകളിൽ അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി നിന്ന് രക്തം കട്ട പിടിക്കുന്നു. അങ്ങനെ ഫൈബ്രിൻ നാരുകളിലുണ്ടാകുന്ന വലക്കണ്ണികളിൽ അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി നിന്ന് രക്തം കട്ടയായിട്ട് മാറുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടായിട്ടുണ്ടെങ്കിൽ
മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.